കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. അതുകൊണ്ട് തന്നെ ആയ കാലത്ത് ഒരു മുണ്ടും വാരി ചുറ്റിയെടുത്ത് ഇറുകിയ ബ്ലൗസും ഇട്ട് നടന്നവരുടെ ഒപ്പം കൂടി ആ പെൺകുട്ടിയെ വെറുപ്പോടെ നോക്കാൻ അവർക്കും വലിയ മടിയൊന്നുമില്ല. പക്ഷേ അവൾക്കടുത്തേക്ക് മിണ്ടാനും പറയാനും ആരും ചെന്നൊന്നുമില്ല. അതിനുള്ള ധൈര്യമില്ലെന്ന് പറയുന്നതാവും ശരി. പ്രിയക്ക് പക്ഷേ തിങ്ങളോടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ആൾക്കിപ്പോൾ ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ആരാണ് ശരിക്കും കുറ്റക്കാരിയെന്ന്. അന്നത്തെ ആ പ്രായത്തിൽ താരചേച്ചിയെ വിശ്വസിച്ചു പോയെങ്കിലും ഇന്ന് അവൾക്കറിയാം തിങ്കൾ തന്നെയായിരുന്നു നല്ലതെന്ന്. പക്ഷെ അവളോട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുമെന്നറിയാതെ പ്രിയ വിമ്മിഷ്ടപ്പെടുമ്പോൾ തന്നെയാണ് കേക്കും വൈനും കൊണ്ട് അവരുടെ അടുത്തേക്ക് പാർത്തിയും പ്രണവും വരുന്നത്. അതോടെ പ്രിയയുടെ ശ്രദ്ധ തിങ്കളിൽ നിന്ന് മുഴുവനായി നീങ്ങി പാർത്തിയിലേക്ക് മാത്രമായി ചുരുങ്ങി. വൈറ്റ് ഷർട്ടിന്റെ തെളിമ പോലും അവനിട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു മങ്ങിപ്പോയിരിക്കുന്നു. പ്രിയയുടെ മാത്രമല്ല അവിടെയുള്ള മിക്ക പെൺപിള്ളേരുടെ കണ്ണും പാർത്തിയിൽ തന്നെയാണ്. പക്ഷേ അവന്റെ കണ്ണിൽ അവന്റെ നിലാവും. പാർത്തിയാണ് കൊണ്ടുവന്നെന്ന് വെച്ച് വൈനും കേക്കും തിങ്കൾ എടുക്കാതിരുന്നില്ല. വൈൻ ചാന്ദിനി മുന്നേ പൊട്ടിച്ചപ്പോൾ പോലും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് അവൾ കുടിച്ചിരുന്നില്ല. എന്നാൽ ഈ ചെറിയ വൈൻ ഗ്ലാസ്സിൽ അതിരിക്കുന്ന കണ്ടപ്പോൾ രുചിച്ചു നോക്കാൻ ഒരു കൊതി. ചെറിയ പുളിപ്പിലും മധുരത്തിലും നാവിൽ കുത്തിത്തുളക്കുന്ന ഒരു അനുഭവം. മുഴുവനും കുടിച്ചില്ല അവൾ. ആ കുഞ്ഞു വൈൻ ഗ്ലാസിന്റെ പകുതിയോളം കുടിച്ചവൾ പ്രണവിന്റെ കയ്യിലെ ട്രേയിലേക്ക് തന്നെ ഗ്ലാസ് വെക്കുന്നത് ആരും കണ്ടില്ലെങ്കിലും പാർത്തി കണ്ടു. നിമിഷ നേരം കൊണ്ട് അവൻ കൈയെത്തിച്ച് ആ ഗ്ലാസിങ് എടുത്ത് അതിലെ ബാക്കി വൈൻ എടുത്ത് അമൃത് പോലെ കുടിക്കുകയും ചെയ്തു. വൈൻ കുടിച്ച ഗ്ലാസുമായി തിങ്കളിനെ നോക്കിയൊന്ന് കണ്ണിറുക്കി അവൻ തിരിഞ്ഞടക്കുമ്പോൾ ദേഷ്യത്തിൽ ചുവന്ന മുഖത്തോടെ അവൾ മുഖം തിരിച്ചു നോക്കിയത് പ്രിയയുടെ അടുത്ത് നിൽക്കുന്ന അർച്ചന മോളെയാണ്. ഒരു നിമിഷം തിങ്കളുടെ ഉള്ളമൊന്ന് വിങ്ങി. അതെന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അപ്പോഴേക്ക് അവളെയും കൂട്ടി പാർവതി അപ്പുറത്തേക്ക് നടന്നു. ആർക്ക് പുറകെ തന്നെ പ്രവീണയും പോയതും ശ്രീപ്രിയയും കൂട്ടി ചാന്ദിനി നടുക്കിലേക്ക് പോയി. ആ രണ്ടുപേരും കൂടി ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. അർച്ചന മോൾ താരയുടെ അടുത്തേക്ക് ചെന്നു. തൊട്ടടുത്ത് വന്നിരുന്ന മോളെ പോലും ശ്രദ്ധിക്കാതെ താര അപ്പോഴും അകവും പുറവും പുകഞ്ഞ് ആൾക്കെതിരെ ഇരിക്കുന്ന തിങ്കളിൽ മിഴികൾ നട്ട് എന്തൊക്കെയോ പതിയെ പിറുവിറുക്കുകയാണ്. ഇനി നേരിട്ടൊന്നും അവിടെ മുമ്പിൽ ചെന്ന് പറയാൻ ധൈര്യമില്ല താരയ്ക്ക്. 2 പ്രാവശ്യം നാക്കുകൊണ്ട് കിട്ടിയെങ്കിൽ ഇനിയും ചെന്നാൽ കൈകൊണ്ടുകൂടെ കിട്ടുമെന്ന് ഉറപ്പാണേ. അതുകൊണ്ട് ഇങ്ങനെ പതിയെ കുത്തിയിരുന്ന് പ്രാകുന്നതിനെയാണ് അവൾക്ക് എളുപ്പം. കൂടാതെ തിങ്കളിന്റെ രൂപം കണ്ട് എന്തൊക്കെയോ തീരുമാനങ്ങൾ അവളും എടുത്തു മനസ്സിൽ. ചാന്ദിനിയും ശ്രീപ്രിയയും ഒരുമിച്ച് ഡാൻസ് കളിച്ച് തിമിർക്കുകയാണ് അവിടെ. ആ കളിക്കിടയിലും പ്രിയയുടെ കണ്ണുകൾ പാർത്തിയെ തേടി. അവൻ അവരുടെ അടുത്തേക്ക് നോക്കുന്നതിനെയാണെന്ന് കണ്ടതും അവർക്ക് കളിക്കുന്നതിൽ എങ്ങുമില്ലാത്ത നാണവും ആവേശവും. തിങ്കളുടെ കണ്ണുകളും അവരിൽ തന്നെയാണ്. എന്ത് രസമായിട്ടാണ് അവർ കളിക്കുന്നത്. 5 മിനിറ്റിന് ഡാൻസ് അവസാനിച്ച് രണ്ടുപേരും ഇറങ്ങി. ചാന്ദിനി എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ച് തിങ്കളുടെ കൈ മുറുകെ പിടിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ നന്നായി കളിച്ചെന്ന് അവൾ ചിരിയോടെ തന്നെ പറഞ്ഞു. ശ്രീപ്രിയ അപ്പുറത്ത് നിന്ന് ഇടം കണ്ടിട്ട് പാർത്തിയെ നോക്കുന്നുണ്ട് പിന്നെയും. പക്ഷേ ഇപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ നോക്കുന്ന അവന്റെ അമ്മയായിരുന്നു. എന്നാൽ അവൾ മനസ്സിലാക്കാത്ത കാര്യം നോക്കിയത് അമ്മയെ മാത്രമല്ല അമ്മയുടെ അടുത്തിരിക്കുന്ന അവന്റെ പെണ്ണിനെ കൂടിയാണെന്നുള്ള സത്യം. അവനെ ഇംപ്രസ് ചെയ്യാൻ ചാന്ദിനി ടീച്ചറുടെ കൂടെ പെട്ടെന്ന് ഡാൻസ് പഠിച്ച് കളിച്ചൊക്കെ വേസ്റ്റ്. ഒരു നോട്ടം പോലും അവനിൽ നിന്ന് കിട്ടിയില്ലല്ലോ എന്നൊരു നിരാശയോടെ ശ്രീപ്രിയ നേരെ അർച്ചന മോളുടെ അടുത്തേക്ക് തന്നെ പോയി. ഫുഡ് സെക്ഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ബൊഫേ സെറ്റപ്പ് തന്നെയാണ്. എല്ലാവരും ഭക്ഷണം എടുത്ത് ഒരുമിച്ചാണ് കഴിക്കാനിരുന്നത്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ബീഫ് റോസ്റ്റും. തന്നെ തൊട്ടടുത്ത് കസേര വലിച്ചിട്ടിരിക്കുന്നവനെ തിങ്കൾ തലയിരിച്ച് നോക്കി. ആൾ നോക്കുന്നുണ്ട് പുരികം പൊക്കിയവൻ എന്തേന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ അടുത്തല്ല വേറെ എവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ലേ? പല്ലിയടിച്ച അവളുടെ ചോദ്യം. ഇല്ല, സ്ഥലം കിട്ടിയില്ല. മറുപടി അവൻ പറഞ്ഞു കഴിഞ്ഞവൻ കഴിച്ചു തുടങ്ങിയ തിങ്കളുടെ മുഖം വീർത്തു. എന്നാലും ചുറ്റും നോക്കി അവൾ. ശരിയാണ്, എവിടെയും സ്ഥലമൊന്നുമില്ല. എല്ലാവരും വട്ടം കൂടി ഓരോ സംഘമായിരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോഴേക്കും മിഥുനും പ്രണവും ആകാശും സൂരജും ഫുഡും കൊണ്ട് കസേര എടുത്തു വന്ന് അവർക്കടുത്ത് തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. തിങ്കളുടെ അപ്പുറം ചാന്ദിനിയും പ്രവീണയും പാർവതിയും പ്രണവിന്റെ അമ്മയും ഇരിക്കുന്നുണ്ട്. പ്രണവിന്റെ അച്ഛൻ സുരേന്ദ്രനും അശോകനുമെല്ലാം അപ്പുറം ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ആർക്കൊരു ഗ്യാങ് അവിടെയുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ തിങ്കൾ ആദ്യം എഴുന്നേറ്റ് പോയതും മുന്നേ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാതെ ആളെയും കാത്തുന്നവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ആൾക്ക് പുറകെ തന്നെ പോയി. എല്ലാവരും ഒരു നിമിഷം അവന്റെ ആ പോക പ്ലേറ്റിൽ നിന്ന് മുഖമുയർത്തിയെന്ന് നോക്കി. സത്യത്തിൽ അവന്റെ ഈ പ്രവൃത്തികൾ കണ്ട് ചില സമയങ്ങളിൽ അവർക്കെല്ലാം കൗതുകം തോന്നുന്നുണ്ട്. വേറൊന്നുമില്ല, അവനെ കണ്ടു തുടങ്ങിയിട്ട് കൊല്ലം കുറയായെങ്കിലും അവന്റെ ഇത്തരം ഭാവങ്ങളെല്ലാം അവർ കാണുന്നത് ഇതാദ്യമായിട്ട് തന്നെയാണ്. ശരിക്കും അവന്റെ അസ്ഥിക്ക് തന്നെ അവൾ കയറി പിടിച്ചു കഴിഞ്ഞെന്ന് എല്ലാവർക്കും വ്യക്തമായി. പാർത്തി എഴുന്നേറ്റ് തിങ്കളിന്റെ പുറകെ പോകുന്നത് താരയും ശ്രദ്ധിച്ചു. ആളുകൾ പറയുന്ന കഥകളൊക്കെ ആളും കേട്ടെങ്കിലും പാർത്തിക്ക് അവളോടുള്ള സമീപനം നേരിട്ടിപ്പോൾ കണ്ടതും ഇത്രയും നല്ലൊരു ചേച്ചിക്കോ എന്നൊരു ചിന്തയിൽ താരക്ക് തലവുളിയും പോലെ തോന്നി. എന്നാലും മനസ്സിലൊരു സമാധാനമുണ്ട്. പാർത്തിയേട്ടനെ പോലെ ഒരാളെ വിട്ട് ചേച്ചി ഒരിക്കലും ശ്രീയേട്ടനെ നോക്കില്ലെന്ന്. വേസ്റ്റ് ഇടുന്നിടത്ത് കയ്യിലെ പേപ്പർ പ്ലേറ്റ് അടക്കമിട്ട് തിങ്കൾ കൈ കഴുകി തിരിയുമ്പോൾ പാർത്തി പിന്നിലുണ്ട്. അത്രയും അടുത്ത് നിൽക്കുന്നവനെ കണ്ട് പെണ്ണിന്റെ കണ്ണുകൾ കൂർത്തും. എന്റെ പൊന്നു, ഞാനും കൈ കഴുകാൻ വന്നാ എന്നും പറഞ്ഞ അവൻ പൈപ്പിന്റെ ചുവട്ടിൽ കൈവച്ചു. തിങ്കൾ തിരിഞ്ഞവിടെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ചു വരുന്ന വിലാസിനി അമ്മൂമ്മയെ കാണുന്നത്. ആ വരവ് കണ്ടിട്ട് നിനക്കുള്ളതാ.
എന്നെ പേടിപ്പിക്കാൻ നിന്റെ കണ്ണിനും നാക്കിനും കുഴപ്പമില്ലല്ലോ. പറ്റുമെങ്കിൽ ആ തള്ളയുടെ കൊമ്പൊന്ന് ഒടിച്ചു കാണിക്ക്. കൈ കഴുകുന്ന പാർത്തിയുടെ ശബ്ദം നിങ്ങൾ ചെവിക്കരികെ കേട്ടതും ആൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവൻ കുറച്ച് അവിടെ അടുത്ത് നിന്ന് നീങ്ങി നിന്നു. അപ്പോഴേക്കും വിലാസിനെ അവൾക്ക് അടുക്കെത്തിയിട്ടുണ്ട്. നിനക്ക് ഇവിടെ കപ്പലണ്ടി ഫാക്ടറിയിലെ ജോലിയായില്ലേ? അഹങ്കാരത്തിനൊപ്പം പൂച്ചങ്ങളെന്ന സ്വരം തിങ്കളതിനൊന്ന് മൂളിയതേയുള്ളൂ. അവിടെ എന്താ ജോലി? തൂപ്പണിയാണോ? ആക്കിക്കൊണ്ട് അവരുടെ ചോദ്യം. ആളുടെ പിന്നിൽ നിൽക്കുന്ന പാർട്ടിക്ക് ആ പ്രായം നോക്കാ തള്ളയുടെ മോന്തക്കിട്ടൊന്ന് കൊടുക്കാൻ തോന്നിയെങ്കിലും സെക്കൻഡ് കൺട്രോൾ ചെയ്ത് നിന്നു. അല്ല, അക്കൗണ്ടന്റ് ആയിട്ടാണ് അവിടെ. തിങ്കൾ പക്ഷെ സ്വാഭാവികമായി തന്നെ ദേഷ്യപ്പെടാതെ അവർക്ക് മറുപടി കൊടുത്തു. പിന്നെ തൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ വിലാസിനെ നമുക്കൊരു പുച്ഛം? എല്ലാ ജോലിക്കും അതിൻ്റെതായ മൂല്യല്ലേ? മാനം വിറ്റൊന്നല്ല ആ പണി എടുക്കുന്നത്. പിന്നെ അതിനെന്താ പ്രശ്നം? അമ്മൂമ്മയുടെ മോളും പണിക്ക് പോയിട്ടുള്ളതല്ലേ? അവിടെ കൂടെ തൂപ്പ് ജോലിക്ക് നിൽക്കുന്ന അയാളെ തന്നെ കല്യാണം കഴിച്ചു. എന്നിട്ടും ആ ജോലിയോട് ഇങ്ങനെ പുച്ഛം കാണിക്കാന്ന് വെച്ചാൽ? ശാന്തമായി തന്നെ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ ആ ഒരു അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ നിൽപ്പുണ്ട്. ഈ പെണ്ണിനെല്ലാം ഓർമ്മയുണ്ടോ എന്നോർത്ത് വിയർത്തു പോയവർ. പാർട്ടി അവരുടെ ആ നിൽപ്പ് കണ്ട് ചുണ്ടിൽ നിറഞ്ഞ് ചിരിമറക്കാൻ കഴിയാതെ പാടുവിട്ടു. ജയിലിൽ നിന്ന് വരുമ്പോൾ പഠിപ്പൊക്കെ പൂർത്തിയാക്കിയെങ്കിലും സത്യത്തിൽ തൂപ്പ് ജോലിയും മറ്റും പ്രതീക്ഷിച്ച് തന്നെയാണ് തിങ്കൾ ഈ നാട്ടിലേക്ക് എത്തിയത്. പക്ഷേ വിധി അവൾ പഠിച്ചിൽ തന്നെ മറ്റൊരു ജോലി കൊടുത്തു. അതവൾ സന്തോഷത്തോടെ തന്നെ ചെയ്യുന്നു. അല്ല മോളെ, ഞാൻ വെറുതെ ചോദിച്ചാ, പുച്ഛൊന്നുമില്ല എനിക്ക്. ജോലി എടുത്ത് ജീവിക്കുന്നത് നല്ല കാര്യമല്ലേ? പിന്നെ ഇപ്പൊ ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യമാണ്. ഒന്ന് ചിരിച്ചു കഴിഞ്ഞ് അവർ പറയുമ്പോൾ തിങ്കൾ കൈയും കെട്ടി കാര്യം കേൾക്കാൻ അവർക്ക് മുമ്പിൽ തന്നെ നിന്നു. അയ്യോ, മോനെന്താ ഇവിടെ നിൽക്കുന്നേ? കൈ കഴുകി കഴിഞ്ഞില്ലേ? അങ്ങോട്ട് പൊക്കോ. പാർത്തി അപ്പോഴാണ് അവർ കണ്ടത് വെപ്രാളം പിടിച്ച പോലെ ഒരു പറച്ചിലും. അമ്മൂമ്മയുടെ തലയിൽ കയറിയിട്ടൊന്നല്ലല്ലോ ഞാൻ നിൽക്കുന്നത്. എനിക്ക് പറ്റിയെടുത്ത് ഞാൻ നിൽക്കും. ആരും ചിരിച്ചുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞ്. മോൻ അവിടെ നിന്നോ? ഇരുട്ടത്ത് നിൽക്കുന്നുണ്ട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ. അവന്റെ പറച്ചിൽ ആ ക്ഷീണമായി തിങ്കൾ നേരെ തിരിഞ്ഞവർ. ക്ഷീണമാണെങ്കിലും പറയേണ്ട കാര്യം പറഞ്ഞിട്ട് തന്നെ പോണല്ലോ. പറയുന്ന പാർട്ടി കേൾക്കാതിരിക്കാൻ തിങ്കളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയവർ. എൻ്റെ മോളെ, നിനക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാൻ ഉപദേശിക്കാനൊന്നും ആരുമില്ലല്ലോ. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ആളുകളൊക്കെ ഓരോന്ന് പറയുന്നത് നീ കേൾക്കണം. ഈ കയ്യില്ലാത്ത കുപ്പായോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ മോൾക്ക് നാണാവില്ലേന്ന്? അത് ഇത്രയും ആണുങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഇതൊക്കെ ഇട്ട് വന്ന് നിന്നെ ആരെങ്കിലും തൊട്ടാനും പിടിച്ചാലൊന്നും ചോദിക്കാൻ ആരും വരില്ല. വലിയ കാര്യം പോലെ അവരത് പറഞ്ഞു നിർത്തുമ്പോൾ തിങ്കളിന്റെ മുഖം ചുളിഞ്ഞു. ഈ കയ്യില്ലാത്തൊക്കെ ഇട്ട് വന്നാലേ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവുമെന്ന് ആൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ അവരൊന്നുകൂടെ ഉറക്കെ പറയുമ്പോൾ അതുമാത്രമാണ് പാർത്തി ശരിക്കും കേട്ടത്. ബാക്കിയൊക്കെ ഒച്ചയടച്ച് കുശൂശിക്കും പോലെയല്ലേ ആ ചോറി തള്ളിച്ച് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് ചെവിയൊക്കെ കൂർപ്പിച്ച് വെച്ചിട്ട് പോലും അവനതൊന്നും കേട്ടില്ല. അപ്പോഴേക്കും കൈ കഴുകാൻ വന്നവരിൽ പാർട്ടിയുടെ കൂട്ടുകാർ അവനടുത്ത് വന്നു നിന്നു. ചാന്ദിനിയും മറ്റുള്ളവരും കൈ കഴുകി വരുമ്പോൾ അവരുടെ ഈ വർത്തമാനം കേൾക്കുകയും ചെയ്തു. തിങ്കളുടെ അടുത്തേക്ക് വരുന്നുമുണ്ട്. ഒരു പെൺകുട്ടിയുടെ കൈ കുറച്ച് കാണുമ്പോഴേക്കും പ്രലോഭനം ഉണ്ടാവാൻ അത്രയും സ്വഭാവദൂഷ്യമുള്ളവരാണോ ഇവിടെയുള്ള ആണുങ്ങളെല്ലാം? തിങ്കൾ യാതൊരു വികാര വിക്ഷോഭങ്ങളും ഇല്ലാതെ സൗമ്യമായി തന്നെ പറഞ്ഞുകൊണ്ട് ചുറ്റുമുള്ളവരെ നോക്കി. ആണോ? പാർട്ടിയുടെ കൂട്ടുകാർക്ക് നേരെയാണ് അവിടെ നോട്ടം ചെന്ന് ഇന്ന്. ഏയ്, മിഥുനുടനടി പറയുന്നുണ്ട്. തള്ള മനുഷ്യന്മാരെ നാറ്റിക്കും. ആകാശ് പിറുർത്തു. ചിലപ്പോ വിലാസിനി അമ്മയുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. പ്രണവാണ്. ആ കൂട്ടത്തിലൊന്നും ഞങ്ങളെ കൂട്ടണ്ട. സൂരജ് അവസാനം കൂട്ടിച്ചേർത്തോടെ ആകെ നാണം കെട്ടി നിൽക്കുന്നുണ്ടവർ. കേട്ടല്ലോ? അപ്പൊ സ്വന്തം വീട്ടിലെ കാര്യം വെച്ച് നാട്ടുകാർ അളക്കാൻ നിൽക്കരുത്. മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കെല്ലാം മഞ്ഞായിട്ടേ തോന്നിയുള്ളൂ. അതുപോലെ വേറെ പലരുടെയും കാര്യം അന്വേഷിച്ച് നടക്കും വിധം എന്റെ ജീവിതക്കാരെ അഭിപ്രായം പറയാൻ വരരുത്. ഞാൻ എങ്ങനെ നടക്കണം, എന്ത് ധരിക്കണം, ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള ബുദ്ധിയും വിവരവും എനിക്കുണ്ട്. വിലാസിനി അമ്മൂമ്മയുടെ ബുദ്ധി വെച്ച് അമ്മൂമ്മയുടെ മക്കളുടെയും പേരക്കുട്ടിയുടെയും കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ആരെങ്കിലും എന്നോട് മോശമായിട്ട് പെരുമാറിയ അവരെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. എൻ്റെ പഴയ കാര്യങ്ങൾ നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ. നിങ്ങൾ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അവിടെയുള്ളവരെല്ലാം ഞെട്ടിയൊരു നിൽപ്പാണ്. കാരണം ആൾ പറഞ്ഞതിനർത്ഥം ആൾ ഉപദ്രവിക്കാൻ നോക്കിയിട്ടാണ് ഒരുത്തനെ അവൾ വെട്ടിമലർത്തിയെന്ന്. അവന്റെ കൂട്ടുകാർ പാർട്ടിയെ നോക്കുമ്പോൾ അവന്റെ മുഖത്ത് വലിയ ഞെട്ടലില്ല. പകരം നല്ല തെളിച്ചമുണ്ട് ആ മുഖത്ത്. അപ്പൊ കാര്യങ്ങൾക്ക് ഇവൻ അറിയായിരുന്നോ? അവരുടെ ഉള്ളിൽ സംശയങ്ങൾ നിറഞ്ഞ് കൈ കഴുകാൻ അങ്ങോട്ട് വന്ന താരയ്ക്കും ഇത് കേട്ട് തറ കറങ്ങും പോലെ തോന്നി. പെട്ടെന്ന് അവൾ വിറച്ചു തുള്ളി കയ്യും കഴുകി അവിടുന്ന് പാഞ്ഞു പോവുകയും ചെയ്തു. ഈ ലോകത്ത് എനിക്കിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ സൂക്ഷിക്കാനും സ്നേഹിക്കാനും എനിക്ക് ഞാൻ മാത്രം മതി. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു, ഇതുപോലെയുള്ള ഉപദേശങ്ങളായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. അത്രയും പറഞ്ഞവൾ അവിടുന്ന് അങ്ങ് പോയതും ചാന്ദിനി അവൾക്ക് പുറകെ പാഞ്ഞു. ഈ ഇത്തിരി പോകുന്ന ബ്ലൗസും അതിന് മേലെ ഇഴചേർത്ത പോലെയുള്ള സാരിയും ചുറ്റി വയറൊക്കെ പുറത്തേക്കിട്ട് കാണിച്ചു കൊടുത്തിട്ട് ആ കൊച്ചിനെ ഉപദേശിക്കാൻ വന്നതിന്റെ വിലാസിനെ ചേച്ചി നമിച്ചു ഞാൻ. വിളറി വെളുത്തി നിൽക്കുന്ന വിലാസിനി അമ്മൂമ്മക്ക് ഒരു കുത്തുകൂടെ കൊടുത്ത് പ്രവീണയും ചാന്ദിനിയും പിറകെ പോയി. അപ്പോൾ തന്നെ ആരെയും നോക്കാതെ വയസ്സന്മാർക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സാരി തലപ്പും ചുറ്റിപ്പിടിച്ച് നേരത്തെ ഭക്ഷണം കഴിച്ച ഭാഗ്യമായ എന്നൊരു ചിന്തയോടെ വിലാസിനിയും പിന്നെ അവിടെ നിൽക്കാതെ വേഗം തിരിച്ച് വീട്ടിലേക്ക് പാഞ്ഞു. ആർക്കൊപ്പം തന്നെ താരയും അർച്ചനമോളും ശ്രീപ്രിയയും പോയി. കുറച്ചു നേരം കൂടി നിൽക്കാമെന്ന് പ്രിയ പറഞ്ഞെങ്കിലും താരക്കാകെ പരവേശമായിരുന്നു. നേരത്തെ ചെല്ലണമെന്ന് അച്ഛനും അമ്മയും പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് അവരെയും കൂട്ടി അവൾ പോവുക തന്നെ ചെയ്തു.
എന്താടാ തിങ്കളാ പറഞ്ഞതിന്റെ അർത്ഥം? മിഥുൻ വന്ന് പാർത്തിയുടെ തോളിൽ തട്ടി. ബാക്കിയുള്ളവരൻ്റെ മറുപടി കേൾക്കാൻ കാതോർത്ത് നിൽപ്പാണ്. ഒരിഞ്ഞു മുറിയ മുഖത്തോടെ പാർത്തി അവരെ നോക്കി. വേറൊന്നുമില്ല, തിങ്കൾ പറഞ്ഞില്ലേ അവള് സ്നേഹിക്കാൻ അവള് മാത്രം മതിയെന്ന്. അതാ ചെക്കൻ്റെ മുഖത്തെ കടുപ്പത്തിന് കാരണം. എന്നാലും കൂട്ടുകാർ ചോദിച്ച ചോദ്യത്തിന് മറുപടി അവൻ കൊടുത്തു. അല്ലെങ്കിൽ ഇതൊക്കെ വൈകാതെ അവരോട് മാത്രമല്ല എല്ലാവരോടും പറയണമെന്ന് പാർത്തി കരുതിയതാ. ഒരവസരം കിട്ടി ഇപ്പോഴാണെന്ന് മാത്രം. ചാന്ദിനിയോട് അവൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിനുശേഷം അർച്ചനമോളോട് അനിഷ്ടമൊന്നും കാണിച്ചില്ലെങ്കിലും താരയുടെ മുഖത്തേക്ക് പോലും ചാന്ദിനി നോക്കിയിട്ടില്ല. നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആർ മുഖമടച്ച് അവൾക്കൊന്ന് കൊടുത്തേനെ. എന്നാലും ചാന്ദിനി ആവും പോലെ ആ വാർത്ത പരത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിൽ നന്മയുള്ള പലരും അത് വിശ്വസിച്ചും വരുന്നു. ഇത്രയും ദുഷ്ടവളായിരുന്നു ആ താര. സ്വന്തം ചേച്ചിയെ കുറിച്ച് അത് അവൾക്ക് വേണ്ടി ജയിലിൽ പോയവരോട് ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞല്ലോ. പ്രണവ് പറഞ്ഞിരുത്തുമ്പോൾ തന്നെയാണ് റോഡ് വഴി പാഞ്ഞു പോകുന്നവർ കാണുന്നത്. ഉള്ളിൽ നിറഞ്ഞ അത്രയും വെറുപ്പോടെയും അറപ്പോടെയും ദേഷ്യത്തോടെയും താരയെ അവരെല്ലാവരും നോക്കിക്കണ്ടു. 12 മണിക്കിനി ഏതാനും മിനിറ്റുകൾ മാത്രം. പുതുവർഷം പിറക്കാൻ പോവുകയാണ്. ഒരു നിമിഷം ബാക്കി നിൽക്കെ ഗ്രൗണ്ടിലെ ലൈറ്റുകൾ അതിവേഗം അണഞ്ഞു. തങ്കി ഇടത്തെ ചെവിക്കരികിൽ കേട്ടവന്റെ വിളിയിൽ തിങ്കൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്നേരം വലത്തേ കാതിൽ അവന്റെ സ്വരം വന്ന് വീണു. എന്തിനാണ് ഈ ആ ചൊറിയത്തി അമ്മൂമ്മയോട് കൊടുക്കുന്ന നീ അങ്ങനെ പറഞ്ഞ്? നിന്നെ സ്നേഹിക്കാൻ ഞാനും എൻ്റെ അമ്മയും മത്സരിക്കുന്ന കണ്ടിട്ടും കാണാത്ത പോലെ നടികിലടി വേണ്ടേ? എപ്പോഴോ നിന്നെ ചതിച്ച ചില ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെ അല്ലേടി ഞാനും എൻ്റെ അമ്മയും. ഒന്ന് വിശ്വസിക്കുന്നേ, നീ നിന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എത്ര വേണമെങ്കിലും നിന്നെ സ്നേഹിച്ചോ. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെങ്കിൽ കുറച്ച് സ്നേഹം ഞങ്ങൾക്ക് തന്നാൽ മതി. അതൊരു 100 ഇരട്ടിയായി നിനക്ക് ഞങ്ങൾ തിരിച്ചു തരുമെന്ന് ഞാൻ വാക്ക് തരുക. ഈ പാർട്ടി വെറും വാക്ക് പറയാറില്ലടി. ഒരുപാട് വാഗ്ദാനങ്ങളൊന്നും ഞാൻ തരുന്നില്ല. എന്നെ കൊണ്ടാവും വിധം നിന്റെ കണ്ണ് നിറയ്ക്കാതെ ഇനിയുള്ള കാലം ഞാൻ പൊന്നുപോലെ നോയിക്കൊള്ളാം നിന്നെ. ഒന്നെന്നെ പ്രേമികന്റെ തങ്കി. പാർട്ടിയെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ വർഷത്തെ അവന്റെ അവളോടുള്ള അവസാനത്തെ പ്രണയാഭ്യർത്ഥന. ഇനി അടുത്ത വർഷത്തിലെ ചെക്കൻ പ്രേമം പറഞ്ഞ് ചെല്ലാൻ പറ്റൂ. തിങ്കൾ കറങ്ങിയ കണ്ണുകൾ ചിമ്മിയടച്ച് പാർട്ടിയുടെ നേർക്ക് നോക്കി. അന്നേരം തന്നെയാണ് മുകളിലേക്ക് വിട്ട ആദ്യത്തെ ആകാശപ്പടക്കം ഇരുണ്ട മാനത്ത് വെളിച്ചം പകർന്ന് പൊട്ടിച്ചിതറിയത്. അതിന് തിളക്കം പാർട്ടിയുടെയും തിങ്ങളുടെയും മുഖത്ത് ഒരുപോലെ വന്ന് വീണു. ഹാപ്പി ന്യൂ ഇയർ! എല്ലാവരുടെയും ആരവും ഉറക്കെ അവിടെ ഉയരുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ മൈലാവൂ. പിന്നെയും പാർട്ടിയുടെ സ്വരം. ന്യൂ ഇയർ വിഷയം നീയുന്നാടി? ചെക്കൻ വീണ്ടും കൊഞ്ചി. തിങ്കളാവിൽ നിന്ന് മുഖം വെട്ടിത്തിരിച്ചു. ഇപ്പൊ നീ തിരിച്ചോ? പക്ഷേ ഒന്നോർത്ത് വെച്ച മോളെ, നീ നമ്മുടെ രണ്ടുപേരുടെയും ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം ഈ വർഷം. ഈ തലയും നീയും അധികം വൈകാതെ അടുത്തേക്ക് തന്നെ തിരിയും. ആ പറഞ്ഞ തിങ്കൾ മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ സംശയത്തോടെ അവിടെ നോട്ടം അവളിലേക്കൊന്ന് പോയി. അതേ നമ്മുടെ കല്യാണം. സ്വല്പം നാണത്തോടെ പറഞ്ഞുകൊണ്ട് ചെക്കൻ ചിരിക്കുമ്പോൾ ഇനി അവൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റാതെ തിങ്കൾ നേരെ ചാന്ദിനി അടുത്തേക്ക് പോയി. ഹാപ്പി ന്യൂ ഇയർ മോളെ. ഹാപ്പി ന്യൂ ഇയർ ആൻറ്റി. തിങ്കളും തിരിച്ച് ചാന്ദിനിക്ക് വിഷു കൊടുത്തു. അതീവ സന്തോഷത്തോടെ ആളുടെ കവിൾ രണ്ടും പൊതിഞ്ഞു പിടിച്ച് ചന്തു തിങ്കളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ അത് കണ്ടിരുന്ന പാർട്ടിയുടെ ഉള്ളവും നിറഞ്ഞിരുന്നു. കൂട്ടുകാരുടെ കൂടെ വെറുതെ പോയി നിൽക്കുന്നതേ ഉള്ളൂ. പാച്ച് കുടിക്കുന്നില്ല മോളെ. ബിയറിന്റെ രുചി പോലും അവന് ഇഷ്ടമല്ല. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കൂട്ടുകാർക്കൊപ്പം മദ്യം കൊടുക്കുന്നിടത്ത് നിൽക്കുന്ന പാർട്ടിയെ കണ്ടുകൊണ്ട് തിങ്കൾ വീട്ടിലേക്ക് കയറി മുന്നേ വിശദീകരണം കൊടുക്കുകയാണ് ശാന്തിനി. മോളുടെ കൂടെ അല്ലാതെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ കൊല്ലം ഇവരെല്ലാം കൂടെ കാശിക്ക് പോയപ്പോൾ ഒരു ബാങ്കോ എന്ന് പറയുന്ന ഒരു സാധനം കുടിച്ചിട്ടുണ്ടായിരുന്നു. അതേതോ കൂടിയ സാധനമാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല മധുരമാണെന്ന്. പാച്ചു അത് കുടിച്ചു. ആദ്യമായിട്ട് കുടിക്കുന്നല്ലേ ചെക്കൻ. അന്നിവനെ വിളിച്ചിട്ട് കിട്ടാതെ ഞാൻ കാണിച്ചൊരു പരാക്രമം. പിന്നെ മിഥുവിനെ വിളിച്ച് കാര്യം അറിഞ്ഞപ്പോഴാ സമാധാനമായത്. എന്നാലും പിറ്റേന്ന് അവൻ്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, അന്നത്തെ സംഭവത്തോടെ മതിയായി അവന്. പറഞ്ഞിർത്തി ചന്തോന്ന് ശ്വാസം വിടുമ്പോൾ തിങ്കളുടെ ചെറിയ പരിങ്ങലുണ്ട്. ആളും കുടിച്ചല്ലോ ബാങ്. പ്രണവും പാർട്ടിയെ പോലെ കുടിക്കുന്നില്ല. പക്ഷെ എൻ്റെ മോനും ബാക്കി രണ്ടെണ്ണത്തിന് കുറച്ചധികം കള്ളത്തരൊക്കെ ഉണ്ട്. എന്നാലും അവര് ഓവറൊന്നുമല്ല. പ്രവീണയും ചിരിയോട് ആ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇതൊക്കെ തന്നോട് ഇതിനാ പറയുന്നൊരു ചിന്ത തിങ്കളിന് വന്നെങ്കിലും വെറുതെ തലയാട്ടിയതേയുള്ളൂ അവൾ. തിങ്കളവളുടെ വീട്ടിലേക്ക് നടന്നു. വരാന്തയിലേക്ക് കയറി വാതിൽ അവൾ തുറക്കുമ്പോഴാണ് സ്പീക്കറിൽ ഉയർന്നു കേൾക്കുന്ന പാട്ട്. പെണ്ണ് തിരിഞ്ഞൊരു നോട്ടം നോക്കി അവരെ. ആട് നല്ല വെളിച്ചമുള്ളതുകൊണ്ട് എല്ലാത്തിനെയും നോട്ടം ഇങ്ങോട്ട് തന്നെയാണെന്ന് അവൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ തിരിഞ്ഞകത്തേക്ക് കയറിയവൾ വാതിൽ കൊട്ടിയടക്കുമ്പോൾ ശബ്ദമൊന്നും കേട്ടില്ലെങ്കിലും ആ അടച്ചതിന്റെ വേഗതയിൽ പാർട്ടി ഒഴിച്ച് ബാക്കി അവരൊന്ന് കണ്ണു ചിമ്മി. നിങ്ങൾക്കല്ല, ഇത് എനിക്കുള്ളതാ. യാതൊരു കുലുക്കവുമില്ലാതെ ഇതൊക്കെ എനിക്ക് ശീലമാണെന്നൊരു ഭാഗത്തോടെ പാർട്ടി എന്ന സ്പീക്കറിൽ പാട്ട് ഇച്ചിരി കൂടി വോളത്തിൽ വെച്ച് തുള്ളലും തുടങ്ങി. മുറിയിൽ ഡ്രസ്സ് മാറി കൈയും മുഖമൊക്കെ കഴുകി തിങ്കൾ കിടക്കുമ്പോഴും അപ്പുറന്ന് അപ്പോഴും പാട്ട് കേൾക്കുന്നുണ്ട്. പതിയെ പെണ്ണിന്റെ കണ്ണുകൾ അടഞ്ഞു പോയതും നീ തങ്കി എന്നെ ഒന്ന് പ്രേമിക്കണ്ട തങ്കി. കാതിലടിച്ച സ്വരവും ആകെ തെളിഞ്ഞു വന്ന പാർട്ടിയുടെ മുഖവും ഞെട്ടി കണ്ണ് രണ്ടും തുറന്ന് തിങ്കൾ. കുറച്ചു സമയം ആൾ മുകളിലേക്ക് നോക്കി അതേ കിടപ്പ് തന്നെ കിടന്നു.
അടുത്ത നിമിഷം തലയൊന്ന് വെട്ടിച്ച് കിടക്കുന്ന തലയണിലേക്ക് തന്റെ മുഖം അമർത്തി വെച്ചു പെണ്ണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.